വീഡിയോക്ക് വളരെ ലെങ്ത് ഉണ്ടാവും. അവിടുത്തെ കൃഷിക്കാർ സമ്പന്നരാവണമെങ്കിൽ അവരുണ്ടാക്കുന്ന ഗോതമ്പിൽ നിന്നാണ് വിസ്കി എടുക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന പിന്നെ എന്ത് പറയണത് മുന്തിരിങ്ങയിൽ നിന്നാണ് ബ്രാൻഡി എടുക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങിൽ നിന്നാണ് വോഡ്ക എടുക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന സാധാരണ ഫ്രൂട്ടുകൾ മിക്സ് ചെയ്താണ് അവിടുത്തെ പട്ടച്ചാരായം ഉണ്ടാക്കുന്നത്. നമ്മളെ പഴയ ചാരായം അവിടെ ഇപ്പോൾ ചാരായം അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ചാരായത്തിന് 340 രൂപ വിലയുള്ളൂ ഒരു ലിറ്ററിന്. 340 രൂപ വില ഉണ്ടെങ്കിൽ 120 രൂപയ്ക്ക് പ്രൊഡക്ടിവിറ്റി മാറണം. ഇതെല്ലാം അവിടെ എല്ലായിടും ഓപ്പണൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വാങ്ങാൻ ആളില്ല. എന്ന് പറഞ്ഞാൽ അത് നോർമൽ ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരതെല്ലാം ഔട്ട്സൈഡിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ കേരളം വിട്ടിട്ടുള്ള കാര്യമാണ് പറയണത്. ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്. ഇത് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ അവിടെയൊന്നും ഒരു പ്രശ്നങ്ങളില്ലെന്നേ. ഞാൻ റോഡിലെടുത്ത് വെള്ളം അടിച്ചോണ്ട് മുഴുത് കിടക്കണ ഒരുത്തിനെ കാണാനല്ലേ. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വരെ 5 കാണാം ഇപ്പോഴും ഈ കേരളത്തിനകത്ത്, തമിഴ്നാട് ബോർഡറിനകത്ത്. ഇതെല്ലാം ഓപ്പണൈസ് ചെയ്തിട്ട് ബിസിനസ് ആക്കണം. ബിസിനസ് ആക്കി പ്രതിശീർഷ വരുമാനം വ്യക്തിയിൽ കൂട്ടണം. അത് മെഡിസിൻ ആയാലും ഭക്ഷണമായാലും ആൽക്കഹോളിക് ലെവലിലോട്ട് മാറ്റി. ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിൽ മെഡിസിൻ കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നമാണ്, ഭക്ഷണം കൂടുതൽ കഴിച്ചാലും പ്രശ്നമാണ്, ആൽക്കഹോൾ കൂടുതൽ കഴിച്ചാലും പ്രശ്നമാണ്, എന്തും പ്രശ്നമാണ്. അത് ഒരു ലെവലിനപ്പുറം പോകാൻ പാടില്ല. ഒരു ദൈവത്തിന് നിങ്ങളെ വന്നിട്ട് ഒരു പിണ്ണാക്കം ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയണത്. നിങ്ങൾ തന്നെ പ്രകൃതിയാലെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റൊട്ടേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അല്ലാതെ ഒരു ഗോഡിന് നേരിട്ട് വന്ന് നിങ്ങളെ ആരെ രക്ഷിക്കാനൊന്നും പറ്റൂല. ചരിത്രം അങ്ങനെയല്ല. അതിലോട്ട് ഞാൻ പോണില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ യാത്രയിൽ കൂടെ കണ്ടിട്ടാണ്. ഞാൻ ഛത്തീസ്ഗഡിൽ കൂടി യാത്ര ചെയ്തു. മദ്യത്തിനൊക്കെ ചീപ്പ് റേറ്റാണ്. പക്ഷെ അവിടുത്തെ കർഷകര് മെല്ലെ മെല്ലെ ഗ്രോത്തിലോട്ട് പോകണം. പഞ്ചാബിലേക്ക് കർഷകർ എന്നാണത്, കാനഡ ഭരിക്കുന്നത് പഞ്ചാബിലെ കർഷകരാണെന്ന് മനസ്സിലാക്കണം. അമേരിക്കയിലെ ഒരു സ്ഥലം തന്നെ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കർഷകരാണ്. അതിൽ നിന്ന് ടെക്നോളജിക്കൽ ഫീൽഡിലാണ്. ഇതൊക്കെ ടെക്നോളജിയിലോട്ട് മാറി അവരൊക്കെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി ലോകം മൊത്തം വിറ്റുകൊണ്ടിരിക്കുന്നതാണല്ലോ. മലയാളികളത് ചെയ്യുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കില്ല. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്, ചാരായ നിരോധനം ഒരു ചരിത്രം കണ്ട വിഡ്ഢിത്വമായി മാറി. അത് എങ്ങനെ വിഡ്ഢിത്വമായി മാറി എന്നുള്ളത് നിങ്ങൾ നോക്കിയേ. അൺബിലീവബിൾ. 40-50 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടേണ്ട തൊഴിലിനെ കൂടെ ബ്ലോക്ക് ചെയ്തു. അതെന്തിനും ബ്ലോക്ക് ചെയ്ത്? കോർപ്പറേറ്റായ എനിക്ക് വേണ്ടി എന്ന് ഞാൻ പറയണില്ല. പക്ഷെ കോർപ്പറേറ്റ് ആണല്ലോ ഇവിടെ എല്ലാം വിറ്റ് പണ്ടാറാണ്. പാവങ്ങളെ ജനത്തിന്റെ പൈസയെ കൊണ്ടുവന്ന് മറ്റവന്റെ കയ്യിൽ അടിയറ വയ്ക്കുന്നു. 20,000 രൂപ വരുമാനമുള്ളവൻ ഒരു മാസം ഒരു 15 ബോട്ടിൽ വാങ്ങിയാണെങ്കിൽ അവന്റെ വരുമാനത്തിന്റെ 75% കൊള്ളയടിച്ചുകൊണ്ടു. ടാക്സ് ഒക്കെ ഞാൻ പറയണില്ല. ടാക്സിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായ വീഡിയോ പിന്നീട് ചെയ്യും, ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം ഞാൻ പ്രേക്ഷകരെടുത്ത് പറയണത്, പ്രേക്ഷകരെ